പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വീടുകളിൽ 2, 3, 4 കാറുകളൊക്കെ കണ്ടെന്ന് വന്നേക്കാം. പക്ഷെ ജീവിതത്തിൽ ഒരു വല്ലായ്മ വന്നാൽ, ഒരു വയ്യായ്ക വന്നാൽ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ആ കാറുകളൊന്നും ഒരു പക്ഷേങ്കിലും ഉപകരിക്കണമെന്നില്ല. അതിനപ്പുറം ഒരു പരിചയവുമില്ലാത്തൊരു വ്യക്തി ഓടിക്കുന്ന ഒരു ആംബുലൻസ് ആയിരിക്കും തക്ക സമയത്ത് നമുക്ക് പ്രയോജനം തരിക. കാറില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അതൊന്നും പ്രയോജനപ്പെട്ടെന്ന് വരത്തില്ല. ഒരു പക്ഷേ നമുക്ക് ധാരാളം പൈസ ഉണ്ടാകും, ബാങ്ക് ലോക്കറിൽ ധാരാളം ആഭരണങ്ങൾ ഉണ്ടാകാം, ഡിപ്പോസിറ്റ് ആയിട്ട് ഒത്തിരി പണം ഉണ്ടാകാം. പക്ഷെ സമയത്ത് നമ്മുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മെ അടക്കം ചെയ്യുന്ന കുഴിയുടെ താൽക്കാലിക ക്രമീകരണത്തിനോ ഒന്നിനും ഒരുപക്ഷെങ്കിൽ ആ പണം ഉപകരിക്കത്തില്ല. സാധാരണക്കാര് ചെയ്തു തരുന്ന പണമായിരിക്കാം ഒരു പക്ഷെങ്കിൽ ഉപകരിക്കുക. നമ്മുടെ അലമാരയിലും മറ്റ് കബോർഡുകളിലും വിലപിടിപ്പുള്ള നല്ല നല്ല വസ്ത്രങ്ങൾ ഉണ്ടാകാം. പക്ഷെങ്കിൽ മരണം കഴിഞ്ഞാൽ നമ്മെ അവസാന നിമിഷത്തിലേക്ക് ആ സെമിട്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മെ ധരിപ്പിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് ആ വിലപിടിപ്പുള്ള വസ്ത്രമൊന്നും ആയിരിക്കണം എന്നില്ല. ആരോ കാശ് കൊടുത്ത് വാങ്ങിയ ഏതോ വസ്ത്രമായിരിക്കും. ഇതെന്താ നമുക്ക് തെളിച്ചു തരുന്നൊരു സത്യം? ഈ ലോകം താൽക്കാലികമാണ്. നമ്മൾ എത്ര സമ്പാദിച്ചാലും, എത്ര ഉണ്ടാക്കിയെടുത്താലും, എത്ര നേട്ടങ്ങൾ നേടിയെടുത്താലും ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് താൽക്കാലികമാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, മനുഷ്യന്റെ ആയുസ് വെറും പുല്ല് പോലെയാണ്, പൂ പോലെയാണ്. പുല്ല് വെയിലുണങ്ങിയാൽ വാടിപ്പോകുന്നു, ഉണങ്ങിപ്പോകുന്നു. പൂവ് വൈകുന്നേരം ആകുമ്പോൾ വാടി കൊഴിഞ്ഞു പോകുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം. നമ്മൾ രാവിലെ അല്ലെങ്കിൽ ഒരു നിമിഷം അകത്തോക്ക് വലിക്കുന്ന ശ്വാസം അടുത്ത നിമിഷം പുറത്തേക്ക് തള്ളാൻ കഴിയുമോ എന്നൊരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ലൈഫിന്റെ ഉടമയാണ് നമ്മളൊക്കെ. അപ്പൊ പിന്നെ എന്തിനാ ഈ പരിഭവം? എന്തിനാ ഈ പിണക്കം? എന്തിനാണ് ഈ പ്രശ്നങ്ങൾ? പ്രിയമുള്ളവരെ, എത്ര സമ്പാദിച്ചാലും, എത്ര നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്താലും അവസാന സമയം എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ അതൊന്നും നമുക്ക് പ്രയോജനപ്പെടാതെ ആരുടെയോ എന്തോ നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു നിലവാരമാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആയുസ്, കിട്ടുന്ന സമയം, ബലമുള്ള സമയം, ആരോഗ്യമുള്ള സമയം പരസ്പര സ്നേഹത്തോടെ വിനയത്തോടെ ചേർത്ത് പിടിച്ച് കൂട്ടായ്മ ആചരിച്ച് നല്ല ഫെലോഷിപ്പിന്റെ ഉടമകളായിട്ട് മാറാൻ കഴിഞ്ഞാൽ അതല്ലേ നിലനിൽക്കുന്നത്. ഒന്നും കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ ആരുടെയോ സഹായത്താൽ നമ്മൾ പോകുന്നത് പോലെ നഗ്നനായി നമ്മൾ ജീവിതത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകേണ്ടി വരുന്നു. ഒന്നുമില്ലാത്തവനായിട്ട് ഈ ലോകത്തിൽ ജനിച്ചു വീണു, ഒന്നുമില്ലാത്തവനായിട്ട് പോകേണ്ടി വരുന്ന അവസ്ഥ. അപ്പൊ പിന്നെ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് സ്നേഹത്തോടെ, സന്തോഷത്തോടെ, കരുതലോടെ മറ്റുള്ളവരുടെ ഭാരം വഹിക്കാനും അതിനെ ചുമക്കാനും അത് ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി ചെയ്യാനും കഴിയുന്ന ഒരു നല്ല ജീവിതത്തിന്റെ ഉടമകളായി മാറാൻ നമുക്ക് കഴിഞ്ഞാൽ അതല്ലേ വിലപ്പെട്ടത്. പ്രിയമുള്ളവരെ, ആ ഒരു ലൈഫ് വളരെ നന്നായിട്ട് ദൈവ ഹിതപ്രകാരം, ദൈവ ഇഷ്ടപ്രകാരം ആസ്വദിച്ച് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു നല്ല ജീവിതത്തിന്റെ ഉടമകളായി തീരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി നിങ്ങളെ ഉത്സാഹിപ്പിക്കാനുള്ള വാക്കുകൾ കൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.